ഹായ് ഓൾ, വെൽക്കം ടു XandY Learning. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഷുവർ ഷോർട്ട് സീരീസിലെ എക്സാംസിലൊക്കെ സ്ഥിരമായി ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു സീരീസിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോളജിയിലെ സിമ്പിൾ ന്യൂട്രിയൻസ് ഇൻ ടു സെൽ എന്ന് പറയുന്ന നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മാക്സിമം കണ്ടന്റ്, അതാണ് നമ്മുടെ ഒരു പോളിസി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം, അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഭാഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് അതിലേതെങ്കിലും കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ അത് അത്ര പഠിച്ചത് പോരാന്നൊക്കെ തോന്നുന്ന ഏതെങ്കിലും ഏരിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കുറച്ചുകൂടി ഒന്ന് പഠിക്കുക. ഓക്കെ, ഒന്നാമത്തത് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ചോദിച്ചിട്ടുള്ള ഡിഫൈൻ ഡബിൾ സർക്കുലേഷൻ എന്നാണ്. അത് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാം. അതിൽ ഓരോ പിന്നെ ഡബിൾ സർക്കുലേഷനിലെ പൾമണറി ആണെങ്കിലും സിസ്റ്റമിക് ആണെങ്കിലും അതിനെ ഓരോ സർക്കുലേഷനെ കുറിച്ച് ചോദിക്കാം, അതിൻ്റെ പ്രോപ്പർട്ടീസ് ചോദിക്കാം, പല രൂപത്തിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഡബിൾ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ, ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ദ സെയിം എമൗണ്ട് ഓഫ് ബ്ലഡ് പാസസ് ത്രൂ ദ ഹാർട്ട് ട്വൈസ്. എന്തുകൊണ്ടാണ് ഡബിൾ എന്ന് പറയാൻ കാരണം, രണ്ട് എന്ന് പറയാൻ കാരണം എന്താ, നമ്മുടെ ഹാർട്ടിലൂടെ ഒരേ ബ്ലഡ് തന്നെ എന്ത് ചെയ്യും, 2 തവണ പാസ് ചെയ്യും. ഹാർട്ടിന് 4 ചേമ്പേഴ്സ് ആണുള്ളത്. അതിൽ ലെഫ്റ്റിലൂടെ വന്ന് ഇങ്ങനെ പോവും, റൈറ്റിലൂടെ വന്ന് ഇങ്ങനെ പോവും. അങ്ങനെ ഒരേ ബ്ലഡ് തന്നെ 2 തവണ എന്ത് ചെയ്യുന്നുണ്ട്, ഹാർട്ടിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതാണ് ഡബിൾ സർക്കുലേഷൻ എന്ന് പേര് വരാൻ കാരണം. ദിസ് ടൈപ്പ് ഓഫ് സർക്കുലേഷൻ ഇസ് കോൾഡ് ഡബിൾ സർക്കുലേഷൻ. ഇറ്റ് ഇൻക്ലൂഡ്സ് പൾമണറി സർക്കുലേഷൻ അല്ലേ. പൾമണറി സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഹാർട്ട്, ഇത് ഹാർട്ടാണ് അല്ലേ, നമ്മുടെ ഹാർട്ടിൽ നിന്ന് ലങ്സിലേക്ക് പോകും, ലങ്സിൽ നിന്ന് ഹാർട്ടിലേക്ക് തിരിച്ചും വരും. അപ്പോൾ അതിനെയാണ് നമ്മൾ പൾമണറി സർക്കുലേഷൻ എന്ന് പറയാം. എന്നിട്ടോ ആൻഡ് സിസ്റ്റമിക് സർക്കുലേഷൻ, പിന്നെയോ ഹാർട്ടിൽ നിന്ന് ലങ്സിലേക്ക് പോകുന്നു, പിന്നെ തിരിച്ച് ഹാർട്ടിലേക്ക് തന്നെ വരുന്നു. ഹാർട്ടിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഡിഫറെൻറ്റ് ബോഡി പാർട്സിലേക്ക്, ബോഡി മൊത്തത്തിലേക്ക് പോകുന്നു, വീണ്ടും ഹാർട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ഇതാണ് ഡബിൾ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ. മൊത്തത്തിൽ 2 തവണ ഹാർട്ടിലൂടെ ചുറ്റിപ്പോകും. അപ്പോൾ അതാണ് ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഡബിൾ സർക്കുലേഷൻ ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ ദ ലെവൽ ഓഫ് ഓക്സിജൻ. എന്തിനാണ് ഈ ലങ്സിലേക്ക് പോയിട്ട് പിന്നെയും ഹാർട്ടിലേക്ക് തിരിച്ച് വരുന്നത്, എന്തിനാണ്, ലങ്സിൽ നിന്നാണ് ഓക്സിജൻ റീചാർജ് ചെയ്യുന്നത് അല്ലേ. ഓക്സിജൻ എടുക്കുന്നത്, ബ്ലഡിലേക്ക് ഓക്സിജൻ എടുക്കുന്നത് ഏതിൽ നിന്നാണ്, ലങ്സിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി ഇതേ ഭാഗത്ത് തന്നെയുള്ള ഒരു ചോദ്യമാണ്, മുൻപ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. റൈറ്റ് വിച്ച് സർക്കുലേഷൻ ഡബിൾ സർക്കുലേഷൻ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദിസ് ഇലിസ്ട്രേഷൻ. ഈ ഇലിസ്ട്രേഷനിൽ കൊടുത്തിട്ടുള്ള ഏത് സർക്കുലേഷനാണ്, ഡബിൾ സർക്കുലേഷനിൽ ഏതാണെന്നാണ് ചോദ്യം. റൈറ്റ് വെൻട്രിക്കിൾ, റൈറ്റിൽ നിന്ന് പൾമണറി ആർട്ടറി വഴി ലങ്സിലേക്ക് പോകുന്നു, ലങ്സിൽ നിന്ന് പൾമണറി വെയിൻ വഴി ലെഫ്റ്റ് ഏട്രിയം, അഥവാ ഹാർട്ടിൽ നിന്ന് തുടങ്ങി ലങ്സിലേക്ക് പോയി ഹാർട്ടിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ അതേതായിരിക്കും, ലങ്സിലേക്ക് പോയി വരുന്നതായതുകൊണ്ട് അതേതാണ്, പൾമണറി സർക്കുലേഷൻ ആയിരിക്കും. എല്ലാവർക്കും മനസ്സിലായല്ലോ, നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത് തന്നെ. ഇനിയോ ഇതേ ഭാഗത്ത് തന്നെ വീണ്ടും ചോദ്യങ്ങൾ വന്നിട്ടില്ലേ. മുൻപ് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഷോയിങ് പൾമണറി സർക്കുലേഷൻ. പൾമണറി സർക്കുലേഷൻ്റെ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ആക്കാനാണ് പറയുന്നത്. റൈറ്റ് വെൻട്രിക്കിൾ, ഹാർട്ടിലെ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് എന്തോ വഴി, വഴി ലങ്സിലേക്ക് എത്തും. എന്തു വഴിയാണ്, നമുക്കറിയാം പൾമണറി, എന്താണ്, പൾമണറി ആർട്ടറി അല്ലേ. പൾമണറി ആർട്ടറി വഴി ലങ്സിലേക്ക് എത്തും. എന്നിട്ടോ ലങ്സിൽ നിന്ന് പൾമണറി വെയിൻ വഴി എങ്ങോട്ടേക്കാണ് എത്തുക എന്നാണ് ചോദിക്കുന്നത്. എങ്ങോട്ടേക്കായിരിക്കും എത്തുക, നമുക്കറിയാം റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് തുടങ്ങുന്നത് ഏതാണ്, ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡാണ് റൈറ്റ് സൈഡിൽ ഉണ്ടാവുക, ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാവുക. അപ്പോൾ ലങ്സിൽ എത്തുന്നതോടുകൂടി അത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആയില്ലേ, അതിലേക്ക് ഓക്സിജൻ നിറച്ചില്ലേ. അപ്പോൾ അത് എവിടേക്കായിരിക്കും വരിക, ഏത് സൈഡിലേക്കായിരിക്കും വരിക, ഓക്സിജനേറ്റഡ് ബ്ലഡ് വരിക ലെഫ്റ്റ് സൈഡിലേക്കല്ലേ. ലെഫ്റ്റ് സൈഡിലാണ് ഓക്സിജനേറ്റഡ് ഉണ്ടാവുക. അപ്പോൾ ലെഫ്റ്റ് ആണ് അല്ലേ. ഓക്കെ, ലെഫ്റ്റ് ആണ്. ഓക്കെ, ലെഫ്റ്റ് തീരുമാനിച്ചു. ലെഫ്റ്റ് ഏതിലേക്കാണ് വരിക, വെൻട്രിക്കിലേക്കാണോ അതോ ആർട്ടറി, അതുപോലെ തന്നെ വെൻട്രിക്കിലേക്കാണോ ഏട്രിയത്തിലേക്കാണോ, ലെഫ്റ്റ് മേലേക്കാണ് അല്ലേ, മേലേക്കാണ് വരിക. അപ്പോൾ എന്താണ്, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയത്തിൽ പിന്നെ എവിടത്തേക്ക് പോകും, ലെഫ്റ്റ് വെൻട്രിക്കിൾ, പിന്നെ അങ്ങോട്ടേക്ക് പോകും അയോട്ട വഴി ഡിഫറെൻറ്റ് ബോഡി പാർട്സ്, അതേതാണ് സിസ്റ്റമിക് സർക്കുലേഷൻ. അപ്പോൾ കൃത്യമായി മനസ്സിലായില്ലേ. വീണ്ടും ഇതേ ഭാഗത്ത് തന്നെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഈ ഒരു കാര്യം ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സ്റ്റേറ്റ് വെദർ ട്രൂ ഓർ ഫോൾസ്. ഓരോന്നും ട്രൂ ഓർ ഫോൾസ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോന്നും നോക്കി വെക്കുക. നിങ്ങളുടെ ആൻസർ ശരിയാണോ എന്ന് ഞാൻ പറയുമ്പോൾ നോക്കണേ. ബ്ലഡ് ട്രാൻസ്പോർട്ടിങ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ബ്ലഡ് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ട്രാൻസ്പോർട്ട് ചെയ്യും. അങ്ങനെ ഉണ്ടോ, ബ്ലഡ് ഓക്സിജൻ മാത്രമാണോ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, അല്ല കാർബൺ ഡൈ ഓക്സൈഡും ട്രാൻസ്പോർട്ട് ചെയ്യോ, എന്താ, യെസ്, ഇറ്റ് ഈസ് ട്രൂ. ഇത് ശരിയാണ്. കാരണം എന്താ, ബ്ലഡ് ഓക്സിജൻ മാത്രമല്ല കാർബൺ ഡൈ ഓക്സൈഡും ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ട്രൂ ആണ്. കാരണം എന്താ, നമുക്കറിയാം ഓക്സിജൻ എല്ലാ സെൽസിലേക്കും എത്തും, എന്നിട്ട് അവിടെ റെസ്പിറേഷൻ നടക്കും, എന്നിട്ട് അതിൻ്റെ ബൈ പ്രൊഡക്റ്റായി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. അത് തിരിച്ച്
ഹാർട്ടിലേക്കും അവിടുന്ന് പിന്നെ ലങ്സിലേക്കും കൊണ്ടുവരുന്നത് ഏത് വഴി തന്നെയാണ്? ബ്ലഡിലൂടെ തന്നെയാണ്. പ്ലാസ്മ ഈസ് എ സ്ട്രോ യെല്ലോ കളേർഡ് ഫ്ലൂയിഡ് ആണോ? യെസ്, ഇറ്റ് ഈസ് ട്രൂ. അത് ട്രൂ ആണ്. ആൽബുമിൻ റെഗുലേറ്റ്സ് ബ്ലഡ് പ്രഷർ. ആൽബുമിൻ ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുമോ? തീർച്ചയായും അല്ലേ. ഇനിയോ ഫൈബ്രിനോജൻ സിന്തസൈസസ് ആൻറ്റിബോഡീസ് ഫോർ ഇമ്മ്യൂണിറ്റി. ഫൈബ്രിനോജൻ്റെ പണി അതാണോ? ആൻറ്റിബോഡീസ് ഫോർ ഇമ്മ്യൂണിറ്റി ആണോ? അല്ല അല്ലേ. പിന്നെ എന്താണ് ഫൈബ്രിനോജൻ്റെ പണി? അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ, താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം, ഞാൻ വെയിറ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, പിന്നെ പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ബ്ലഡിലുള്ള സെൽസ്, അത് ഓരോ സെൽസിനെ കുറിച്ചുള്ള പിന്നെ ഡീറ്റെയിൽസ്, അത് പല രൂപത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. RBC എന്താണ് അതിൻ്റെ ഷേപ്പ്? ഡിസ്ക് ഷേപ്ഡ് ആണ്. WBC ഡെഫിനറ്റ് ആയിട്ടുള്ള ഷേപ്പ് ഒന്നുമില്ല. RBCയുടെ കളർ പിന്നെ റെഡ് ആണ്, WBCയുടേത് വൈറ്റ് അല്ലെങ്കിൽ കളർലെസ് ആണ്. ഇനിയോ RBCയിൽ ഹീമോഗ്ലോബിൻ ഉണ്ടാകും, WBCയിൽ ആബ്സെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ RBCയുടെ മെയിൻ ഫംഗ്ഷൻ എന്തോ ഇതാണ് പ്രധാനപ്പെട്ടത്, ട്രാൻസ്പോർട്ട് റെസ്പിറേറ്ററി ഗ്യാസസ്, അതാണ് ഫംഗ്ഷൻ. WBCയുടേത് പ്രധാനപ്പെട്ട പണി ഇമ്മ്യൂണിറ്റിയാണ്. പ്ലേറ്റ്ലെറ്റ്സിൻ്റേത് ബ്ലഡ് ക്ലോട്ടിംഗ് ആണ്. ഇനി അടുത്ത ഒരു ചോദ്യം, ഡിഫൈൻ പ്ലാസ്മ. എന്താണ് ഈ പ്ലാസ്മ എന്ന് പറഞ്ഞാൽ? പ്ലാസ്മ എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാസ്മ ഇസ്, നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ, സ്ട്രോ കളേർഡ് ഫ്ലൂയിഡ് ദാറ്റ് കൺസ്റ്റിറ്റ്യൂട്ട്സ് 55% ഓഫ് ദ ബ്ലഡ്. ബ്ലഡിൻ്റെ 55% എന്താണ്? പ്ലാസ്മയാണ്. ബ്ലഡ് സെൽസ് ആർ ഫൗണ്ട് ഇൻ പ്ലാസ്മ. പ്ലാസ്മയിലാണ് ഈ ബ്ലഡ് സെൽസ് ഉള്ളത്. അപ്പോൾ പ്ലാസ്മ 55% അല്ലേ, 55%. ബ്ലഡ് സെൽസോ? ബ്ലഡ് സെൽസ് ബാക്കി അല്ലേ 45% ബ്ലഡ് സെൽസ് ആണ്. അപ്പോൾ ഈ ഒരു കാര്യം എന്ത് ചെയ്യുക, നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. സിംപ്ലർ മോളിക്യൂൾസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ഡൈജഷൻ, നെയിംലി ഗ്ലൂക്കോസ്, അതുപോലെ തന്നെ അമിനോ ആസിഡ്സ്, ഫാറ്റി ആസിഡ്സ്, ഗ്ലിസറോൾ, ഇതെല്ലാം സെൽസിലേക്ക് എത്തുന്നത് പ്ലാസ്മ വഴിയാണ്. ഓക്കെ, ഈ ഒരു കാര്യം എന്ത് ചെയ്യുക, നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. ഇനിയോ നമ്മൾ തൊട്ടുമുമ്പ് പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്, പ്ലാസ്മ കൺസ്റ്റിറ്റ്യൂട്ട്സ് 55% ഓഫ് ബ്ലഡ്. ഓക്കെ, വാട്ട് ഈസ് പെരികാർഡിയൽ ഫ്ലൂയിഡ്? എന്താണ് ഈ പെരികാർഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ? ഇവിടെ നമ്മൾ നോക്കേണ്ടത്, ഇനി നമുക്ക് എവിടെയും കേട്ട് പരിചയമില്ല പോലും, കാർഡിയൽ എന്ന് കാണുമ്പോൾ തന്നെ നമുക്കത് കാർഡിയൽ എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെയാണ്? കാർഡിയാക് മെഡിസിൻ നിങ്ങൾ കേട്ടിട്ടില്ല? എന്താണ് കാർഡിയാക് മെഡിസിൻ എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഹാർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മെഡിസിൻ അല്ലേ. അപ്പോൾ കാർഡിയൽ എന്ന് കാണുമ്പോൾ തന്നെ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട എന്തോ കാര്യമാണെന്ന് മനസ്സിലാക്കണം. എന്താണ് പെരികാർഡിയൽ ഫ്ലൂയിഡ്? അതിൻ്റെ ഫംഗ്ഷൻ എന്താ? പെരികാർഡിയൽ ഫ്ലൂയിഡ് ഈസ് ഫിൽഡ് ബിറ്റ്വീൻ പെരികാർഡിയൽ മെംബ്രെയിൻ. പെരികാർഡിയൽ മെംബ്രെയിനെ കുറിച്ച് ആദ്യം എഴുതുക, കുറച്ച് മാർക്ക് കൂടുതലുള്ളതാണെങ്കിൽ പെരികാർഡിയൽ മെംബ്രെയിനെ കുറിച്ച് എഴുതുക, എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഫിൽ ചെയ്തിട്ടുള്ള പെരികാർഡിയൽ ഫ്ലൂയിഡ് ഉണ്ട് എന്ന് പറയാം. മെയിൻ ഫംഗ്ഷൻ റെഡ്യൂസ്ഡ് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ബിറ്റ്വീൻ ദ മെംബ്രെയിൻസ്. അതായത് ഹാർട്ട് ബീറ്റിംഗ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കല്ലേ, ഹാർട്ടിങ്ങനെ കുറച്ച് നേരം ബീറ്റ് ചെയ്തിട്ട് വെറുതെ റെസ്റ്റ് ചെയ്തിട്ട് പിന്നെയും ബീറ്റ് ചെയ്യല്ലോ, സ്ഥിരമായി ബീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാൻ. അപ്പോൾ അവിടെ ഫ്രിക്ഷൻ ഡെവലപ്പ് ചെയ്യാതിരിക്കാൻ ആണ് എന്ത് ചെയ്യുന്നത്, ഈ മെംബ്രെയിൻസിൻ്റെ ഇടയിൽ എന്തുള്ളത്, ഈ പറഞ്ഞ ഫ്ലൂയിഡ് ഉള്ളത്. ഇനി അടുത്തത്, കൺസിഡർ ദ ഫോളോയിങ് ഫംഗ്ഷൻ ഓഫ് ഹാർട്ട് ആൻഡ് ഐഡൻറ്റിഫൈ ദ പാർട്സ് പെർഫോമിംഗ് ദ. ഒന്നാമത്തെ എന്താ? ക്യാരീസ് ബ്ലഡ് ടു ലങ്സിലേക്ക് ബ്ലഡ് ക്യാരി ചെയ്യുന്നതാണ് പൾമണറി ആർട്ടറി ആണ്. ക്യാരീസ് ബ്ലഡ് ടു വേരിയസ് പാർട്ട് ഓഫ് ദ ബോഡി, വേരിയസ് പാർട്സിലേക്ക് ക്യാരി ചെയ്യുന്നത് ആരാണ്? അയോട്ടയാണ്. അതുപോലെ തന്നെ ബ്രിങ്സ് ബ്ലഡ് ഫ്രം ദ ലങ്സിലേക്ക്, ലങ്സിൽ നിന്ന് ബ്ലഡ് കൊണ്ടുവരുന്നത്, ലങ്സിൽ നിന്ന് ഹാർട്ടിലേക്ക് കൊണ്ടുവരുന്നത് ആരാണ്? പൾമണറി വെയിൻ ആണ്. ക്യാരീസ് ബ്ലഡ് ഫ്രം വേരിയസ് പാർട്ട് ഓഫ് ദ ബോഡി, അതേതാണ്? വെയിൻസ് വഴി, വീനക്കാവ് വഴിയാണ് ഹാർട്ടിലേക്ക് എത്തുന്നത്. ഓക്കെ, എക്സ്പ്ലെയിൻ ദ ഫംഗ്ഷൻ ഓഫ് ലിവറിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ആ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം, ചിലപ്പോഴൊക്കെ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. ന്യൂട്രിയൻസ് ദാറ്റ് ആർ ഫോൺ ബൈ ഡൈജഷൻ അണ്ടർഗോ മെനി ചേഞ്ചസ് ഇൻ ലിവർ. ഡൈജഷൻ ഇവിടെ കടന്നു പോയിട്ടുള്ള അതുവഴി പിന്നെ നമ്മൾ അബ്സോർബ് ചെയ്തിട്ടുള്ള ആ ന്യൂട്രിയൻസ് അതെന്ത് ചെയ്യും, ലിവറിൽ എത്തിയതിന് ശേഷം പലതരത്തിലുള്ള ചേഞ്ചസിന് അണ്ടർഗോ ചെയ്യും. ദ ഇൻക്ലൂഡ് സ്റ്റോറിങ് ഓഫ് ഗ്ലൂക്കോസ് ആസ് ഗ്ലൈക്കജൻ. നമ്മൾ പഠിച്ചിട്ടില്ലേ, ഗ്ലൂക്കോസിൻ്റെ സ്റ്റോറേജ് ഫോമാണ് ഗ്ലൈക്കജൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ പിന്നെ ഗ്ലൈക്കജൻ ആയിക്കൊണ്ട് സ്റ്റോറേജ് ചെയ്യപ്പെടുക. അതുപോലെ തന്നെ റിലീസിങ് എനർജി ഫ്രം ഫാറ്റി ആസിഡുകളിൽ നിന്ന് എനർജി റിലീസ് ചെയ്യുക. പ്രൊഡ്യൂസിങ് കൊളസ്ട്രോൾ പ്രൊഡ്യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ഡിഫൻസ് സെൽസ് ഇൻ ദ ലിവർ ഡിസ്ട്രോയ് ദ പാത്തജൻസ് ആൻഡ് ദാറ്റ് എൻ്റർ ദ ബ്ലഡ് ഫ്രം ദ ഡൈജസ്റ്റീവ് ട്രാക്ട്. ഡൈജസ്റ്റീവ് ട്രാക്റ്റിലൂടെ എൻ്റർ ചെയ്യുന്ന പാത്തജൻസിനെ ഡിസ്ട്രോയ് ചെയ്യുക. അങ്ങനെ ഡിഫൻസ് ഫംഗ്ഷൻ അടക്കമുള്ള ഒരുപാട് തരത്തിലുള്ള ഫംഗ്ഷൻസ് ലിവറിനുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ അതുണ്ട്. ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായി മനസ്സിലാക്കുക. ഇനി സിസ്റ്റോൾ എന്താണ്? നമ്മൾ കേട്ടിട്ടുണ്ടാവും സിസ്റ്റോൾ, അതുപോലെ തന്നെ ഡയസ്റ്റോൾ എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ. സിസ്റ്റോളും ഡയസ്റ്റോൾ എന്താണ്? സിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ കൺട്രാക്ഷൻ ഓഫ് ചേംബേഴ്സ് ഓഫ് ഹാർട്ട് ഈസ് ടേംഡ് ആസ് സിസ്റ്റോൾ. നമുക്കറിയാം ഹാർട്ട് എന്താ ചെയ്യുക, കൺട്രാക്ട് ചെയ്യും, റിലാക്സ് ചെയ്യും, കൺട്രാക്ട് ചെയ്യും, റിലാക്സ് ചെയ്യും. അങ്ങനെയാണല്ലേ, കൺട്രാക്ട് ചെയ്യുക, റിലാക്സ് ചെയ്യുക. ഇതാണ് ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൺട്രാക്ട് ചെയ്യുന്ന അതിനാണ് നമ്മളെന്ത് പറയുക, സിസ്റ്റോൾ എന്ന് പറയുക. ഡ്യൂറിങ് ദിസ് ഫേസ് ബ്ലഡ് ഫ്രം ഏട്രിയ ടു വെൻട്രിക്കിൾ, അതായത് മേലെ
4 ചേമ്പേഴ്സ് ആണുള്ളത്. അപ്പം ഒന്ന് കൺട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഏട്രിയ ചുരുങ്ങും, അപ്പം എന്ത് ചെയ്യും, ഏട്രിയയിൽ നിന്ന് വെൻട്രിക്കിലേക്ക് വരും. വെൻട്രിക്കിൾ ചുരുങ്ങും, അപ്പം എന്ത് ചെയ്യും, വെൻട്രിക്കിളിൽ നിന്ന് അടുത്ത ബ്ലഡ് വെസൽസിലേക്ക് ബ്ലഡ് പോകും. അങ്ങനെ ചുരുങ്ങുക എന്ന് പറയുന്നതാണ് സിസ്റ്റോൾ എന്ന് പറയുന്നത്. ഡയസ്റ്റോൾ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്. ആഫ്റ്റർ സിസ്റ്റോൾ അലോങ് വിത്ത് ഏട്രിയ വെൻട്രിക്കിൾ ഓൾസോ റിലാക്സ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക, ഡയസ്റ്റോൾ എന്ന് പറയാം. ദിസ് സ്റ്റേജ് ഓഫ് റിലാക്സേഷൻ ഈസ് ടേംഡ് ആസ് ഡയസ്റ്റോൾ. ഇൻ ദിസ് ഫേസ് ബ്ലഡ് ഫിൽസ് ദ ചേമ്പേഴ്സ് ഓഫ് ദ ഹാർട്ട്. അപ്പോൾ എന്താ, ഹാർട്ടിൻ്റെ ചേമ്പേഴ്സൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തു. റിലാക്സ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, വെള്ളമല്ല നമ്മുടെ ബ്ലഡ് അതിലേക്ക് ഇങ്ങനെ വരും, എന്നിട്ടോ പിന്നെ സിസ്റ്റോൾ, അപ്പോൾ അത് കൺട്രാക്ട് ചെയ്യും, അപ്പം ബ്ലഡ് അതിൽ നിന്ന് താഴേക്ക് പോകും അല്ലേ, അടുത്തതിലേക്ക് പോകും. അതായത് ഏട്രിയയിൽ നിന്നാണ് വെൻട്രിക്കിളിലേക്ക്, വെൻട്രിക്കിളിൽ നിന്നാണെങ്കിൽ ബ്ലഡ് വെസലിലേക്ക് അങ്ങനെ പോകും. അപ്പോൾ അതാണ് ഡയസ്റ്റോളും സിസ്റ്റോളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് വളരെ പെട്ടെന്ന് നിങ്ങളുടെ സമയം മെനക്കെടുത്താൻ പാടില്ല, കൂടുതൽ സമയം കളയരുത് എന്നുള്ളത് കൊണ്ട് പെട്ടെന്നാണ് പോയിട്ടുള്ളത്. നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും പോസ് ചെയ്ത് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കി തന്നെയാണ് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങൾ അങ്ങനെ തന്നെയാണ് പഠിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എല്ലാവരും നന്നായി പഠിക്കുക, നന്നായി തന്നെ പെർഫോം ചെയ്യുക. ഓക്കെ, താങ്ക് യു.